ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് പെന്തകോസ്തിനു പിൻപ് 7-ാം ഞായർ. ദക്ഷിണേന്ത്യ സഭയായി ഇന്ന് ചിന്തിക്കുന്ന വിഷയം പട്ടത്ത ശുശ്രൂഷ, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്നുള്ളതാണ്. ഒരിക്കൽ ഒരിടത്ത് ഒരു ഭവനത്തിൽ ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഈ അപ്പൂപ്പൻ ചില ചെടിയുടെ വള്ളികൾ തൻ്റെ തോട്ടത്തിൽ കുഴിച്ചിടുന്നത് കൊച്ചുമോൻ കണ്ടു. അവൻ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ അതെന്താണ് ചെയ്യുന്നത്? അപ്പൂപ്പൻ പറഞ്ഞു, ഞാനൊരു ചെടി നടുകയാണ്. നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഈ കൊച്ചുമോൻ വന്ന സമയത്ത് അപ്പൂപ്പനെ വിളിച്ച് പറയാ, അപ്പൂപ്പ ഇവിടെയൊക്കെ നല്ല വാസനയുണ്ടല്ലോ. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അത് ആ മുല്ലവള്ളിയുടെ വാസനയാണ്. നിനക്ക് ഓർമ്മയുണ്ടോ, നാളുകൾക്ക് മുമ്പ് ഞാൻ നട്ട ആ ചെടി അതായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, അതെന്താണ് ഇത്ര വാസന അതിന് വരാൻ കാരണം? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ആ ചെടിയുടെ സ്വഭാവം, പ്രത്യേകത അതാണ്. അതെവിടെ ആയിരിക്കുന്നുവോ അവിടെ സുഗന്ധം പരത്തുക എന്നുള്ളതാണ്. ഇന്ന് ദക്ഷിണേന്ത്യ സഭയെ ചിന്തിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരമാണത്: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ആ മുല്ലവള്ളിയെ പോലെ ആയിരുന്നു ക്രിസ്തു. ക്രിസ്തു ആയിരുന്നിടത്ത് ദൈവത്തിൻ്റെ സൗരഭ്യവാസനയെ പടർത്തുവാൻ ക്രിസ്തു ശ്രമിച്ചു. എന്നാൽ ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ 2 സവിശേഷതകളെ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ആ ജീവിതം ത്യാഗസമ്പൂർണമായിരുന്നു എന്നുള്ളതാണ്. ത്യാഗസമ്പൂർണമായിരുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ നമുക്കവിടെ ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തെക്കുറിച്ച് വ്യക്തമായി കാണുവാൻ സാധിക്കും. ദൈവസ്വഭാവം മുറുകെ പിടിക്കാതെ ദാസരൂപം സ്വീകരിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി ജീവിച്ചു എന്ന് ആ ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അത് സൂചിപ്പിക്കുന്നത് ഒരു ത്യാഗത്തിൻ്റെ അനുഭവത്തെയാണ്. രണ്ടാമത്, ക്രിസ്തുവിൻ്റെ ജീവിതം പ്രകടമാക്കുന്ന ഒരു സവിശേഷത എന്നത് സ്നേഹസമ്പൂർണമായിരുന്നു എന്നുള്ളതാണ്. ദൈവിക സ്നേഹത്തെ ലോകത്തിൽ പ്രകടമാക്കുന്നതിൽ ക്രിസ്തുവിൻ്റെ ജീവിതം പ്രകടമാക്കിയ ജീവിത അനുഭവങ്ങളൊക്കെയും അത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്: ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു എന്ന്. ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹത്തെ പ്രകടമാക്കുന്നത് ക്രിസ്തുവിൻ്റെ രൂപത്തിലൂടെ. ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കിയ സ്നേഹം അത് നമുക്കും ഒരു മാതൃകയായി തീരേണ്ടതുണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സകലരുടെയും പൗരോഹിത്യത്തെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതിലെ 5-ാം വാക്യം ഇപ്രകാരമാണ്: ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് നാം പണിയപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം, എല്ലാ മനുഷ്യരിലും ഒരു പൗരോഹിത്യത്തിൻ്റെ അനുഭവം ദൈവം തന്നെ നൽകുന്നു എന്നുള്ളതാണ്. പട്ടത്ത ശുശ്രൂഷയെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കുമ്പോൾ, ആ പൗരോഹിത്യത്തിൻ്റെ അനുഭവങ്ങളിൽ നാം എല്ലാവരും വസിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ടത്, നാം ഒരു ജാതിയും പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആണ് എന്നുള്ളതാണ്. അതായത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഈ സമൂഹത്തിൽ പരത്തുവാൻ, വ്യാപരിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ആ മുല്ലവള്ളി തൻ്റെ ദൗത്യം നിറവേറ്റുന്നത് പോലെ താനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും തൻ്റെ സുഗന്ധം പരത്തുന്നത് പോലെ വെറുപ്പിൻ്റെയും ഭിന്നതയുടെയും അസൂയയുടെയും എതിർപ്പിൻ്റെയും ദുർഗന്ധം വമിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വ്യക്തമായ ജീവിത മൂല്യങ്ങളെ
സമൂഹത്തിന് നൽകുന്ന സൗരഭ്യവാസനയുള്ളവരായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. അപ്രകാരം ഇന്നത്തെ ദിനം ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായി ഈ ലോകത്തിൽ വ്യാപരിച്ച ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹീതമായ ഒരു നല്ല ദിനത്തിൻ്റെ ഈ സമയത്തിൽ ഈ ലോകത്തിൻ്റെ മുൻപാകെ ക്രിസ്തു സൗരഭ്യവാസനയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ത്യാഗസമ്പൂർണമായ സ്നേഹസമ്പൂർണമായ ആ ജീവിതം ഞങ്ങൾക്ക് നൽകുന്ന ആഹ്വാനം ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയുള്ളവരായി തീരുക എന്നുള്ളതാണ്. അതിനായി ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവിക സ്നേഹത്തിനും കൃപകൾക്കുമായും ഞങ്ങൾ നന്ദി കരേറ്റുന്നു. തുടർന്നും അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ, വ്യാപരിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.